അങ്ങനെ നമ്മുടെ ഇളയ ദളപതി സിംഗപ്പയ്യൻ ഗോളടിക്കുന്നു. 100 ദിവസമായി സിംഗപ്പയ്യൻ്റെ ഗവൺമെൻറ് വന്നിട്ട് നമുക്കും ഏകദേശം 100 ദിവസമാകുന്നു. 100 ദിവസമാകുമ്പോൾ സിംഗപ്പയ്യൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. കൂടുതലും ജനക്ഷേമ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സിംഗ പോലീസ് കൊണ്ടുവന്നു. ബസ്സുകളിൽ അവർ ഫ്രീ കൊടുത്തു. ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ തുടങ്ങിയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ കൊടുക്കുന്നു. ജയിലിൽ കിടക്കുന്നവർക്ക് ഭക്ഷണം കുറയ്ക്കുന്നു. ആ പണം കൂടെ എടുത്ത് കുട്ടികൾക്ക് ഭക്ഷണം കൂടുതൽ കൊടുക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമുണ്ടാക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടിയിട്ടുള്ള പണം മുടക്കുന്നു, അതിൻ്റെ സംവിധാനം ചെയ്യുന്നു. ഇങ്ങനെ തുടങ്ങി ഇ ഗവേണൻസ് മുതൽ സാധാരണ കുട്ടികളുടെ പ്രശ്നങ്ങൾ വരെയുള്ള വളരെ വ്യത്യസ്തമായ കയ്യടി നേടുന്ന പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മദ്യത്തിനെതിരെ ശക്തമായ നിലപാടുകളെടുക്കുന്നു. ബാറുകൾ പൂട്ടുന്നത് അടക്കമുള്ള വളരെ ശക്തമായ നിലപാടെടുക്കുന്നു. അങ്ങനെ സ്ത്രീകളെയും കുട്ടികളെയും കയ്യിലെടുക്കാനുള്ള ഒരു തന്ത്രമാണ് വിജയ് അവിടെ ഫൈറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് കേട്ട ഒരു വളരെ രസകരമായ ഒരു കാര്യം, കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വീട്ടിൽ ഈ വിജയിയുടെ പ്രസ്താവനകളും പരസ്യങ്ങളും ടി വി പരിപാടിയെല്ലാം കണ്ടിട്ട് അപ്പയുടെ അമ്മയുടെ അടുത്ത് നിന്ന്, അപ്പ അമ്മ പോടുങ്കോ വിജയ് സാറിന്, വിജയ് അണ്ണായൊക്കെ പോടുങ്കമ്മ ഇപ്രാവശ്യത്തെ വോട്ടെന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിച്ചാണ്. അങ്ങനെ കൊച്ചുകുട്ടികളുടെ കരച്ചിലിൻ്റെയും വിളിയുടെയും കൂടി ഫലമാണ് വിജയ് അണ്ണൻ അവിടെ അധികാരത്തിൽ വന്നത് എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ്. അതുകൊണ്ട് തന്നെ വിജയ് അണ്ണൻ്റെ ഈ 100 ദിവസത്തെ പരിപാടി എടുക്കുമ്പോൾ അതിൽ മഹാഭൂരിപക്ഷം പരിപാടികളും കുട്ടികൾക്ക് ആവശ്യമുള്ളതാണ്, സ്ത്രീകൾക്ക് ആവശ്യമുള്ളതാണ്, സ്ത്രീകൾക്ക് സന്തോഷം നൽകുന്നതാണ്. പല കാര്യങ്ങളും നിരോധിക്കുന്നു. മയക്കുമരുന്നിനെതിരെ ശക്തമായ നിലപാട്, മദ്യത്തിനെതിരെയുള്ള നിലപാട്, അങ്ങനെ സ്ത്രീകളെ സന്തോഷിപ്പിക്കുന്ന 100 കണക്കിന് കാര്യങ്ങളും പ്രഖ്യാപിച്ചുകൊണ്ടാണ്, സ്ത്രീകളെ വിശ്വാസത്തിലെടുക്കുന്ന പരിപാടികളുമായിട്ടാണ് തമിഴ്നാട്ടിൽ അണ്ണൻ 100 ദിവസം തികയ്ക്കുന്നത്. തമിഴ് സിംഹം എന്ന രീതിയിൽ ഇളയ ദളപതി, വലിയ ദളപതി ഉണ്ട് രജനീകാന്ത്, ഇത് ഇളയ ദളപതിയാണ്. ഇളയ ദളപതി തമിഴ്നാട്ടിൽ മനോഹരമായി ഭരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ മൊത്തം ഭൂരിപക്ഷം പോലുമില്ല. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ 102 സീറ്റുണ്ട്. എന്ത് വേണോ ചെയ്യാം കോൺഗ്രസിനും ലീഗും എല്ലാ പാർട്ടികളും കൂടി വിചാരിച്ചാൽ അത്രമാത്രം സീറ്റുണ്ട്. പക്ഷേ ഇത് സീറ്റ് വളരെ കുറവാണ്. CPM-ൻ്റെയും ലീഗിൻ്റെയും CPI-യുടെ ഒക്കെ സഹായത്താലാണ് ഭരിക്കുന്നത്. എന്നിട്ടും ധാരാളം ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ തമിഴ്നാട്ടിൽ കൊണ്ടുവരുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. തമിഴ്നാട് മുൻപും ജയലളിതയുടെ കാലത്തും ഇങ്ങനെയായിരുന്നു. അമ്മ ഹോട്ടലുകൾ, അമ്മ പിന്നെ ബൂത്തുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജയലളിതയുടെ പേരിലൂടെ വന്നിട്ടുണ്ട്. അമ്മ പാല് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അണ്ണൻ, വീണ്ടും വിജയ് അണ്ണൻ ഒരുപാട് കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത്. അവിടെ കൃത്യമായി തമിഴ്നാടിൻ്റെ വെൽഫെയറിന് വേണ്ടി ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് അണ്ണൻ്റെ പരിപാടി. അതിനാവശ്യമായ നിരവധി പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് വേണ്ടി, അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടി അണ്ണൻ പ്ലാൻ ചെയ്യുന്നു, ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നു.